Watch full episodes on Jio Hotstar. സുപ്രീമോടെ കോൾ. നീ ഇവിടെ ഏലിയന്റെ വേഷം കെട്ടി എല്ലാം നശിപ്പിച്ചോണ്ടിരിക്കല്ലേ. ഇന്ന് നിനക്കെതിരെ ഞാൻ സുപ്രീമോട് കംപ്ലൈന്റ് പറഞ്ഞിരിക്കും. നിന്നെ ഒരു പാഠം പഠിപ്പിക്കും. അത് ശരി, ഇതായിരുന്നു കാര്യം. സുപ്രീമോടെ പൊന്നാരെ, ആദ്യം ഈ ചക്രഭ്യൂഹത്തിന്ന് രക്ഷപ്പെട്, എന്നിട്ട് കോൾ അറ്റൻഡ് ചെയ്യുന്ന കാര്യം പറയാം. ആര്യയെ വെല്ലുവിളിക്കുന്നത് ഏറ്റവും വലിയൊരു തെറ്റാണ്. എടി ആര്യേ, നിന്റെ കാര്യം തീർന്നു. നിങ്ങൾ ഇവിടെ ഗുസ്തി പിടിക്കുവാണോ? എന്തായി ചെയ്യുന്നേ? ഞാനല്ല, ഈ അഭിമന്യുവാണ്. നീ എന്തായാലും ഇന്ന് സുപ്രീമയെ കാണാൻ തയ്യാറായിക്കോ. വൈകുന്നേരം 7 മണിക്ക്. നീ കുറെ തവണയായി അദ്ദേഹത്തിന്റെ കോള് മിസ് ചെയ്യുന്നുണ്ട്. അഭിമന്യുവിന് ഇന്നു മുതൽ പണി തുടങ്ങിയെന്നാ തോന്നുന്നേ. ആർക്ക് പണി കിട്ടുന്ന കാര്യം നിങ്ങൾ ഈ പറയുന്നത്? Let me introduce Abhimanyu's alien body suit. ഏലിയൻ ബോഡി സൂട്ടോ? ഇതെന്ത് പുതിയ തമാശയാ? ഞാൻ പറയുന്ന പോലെ പ്രവർത്തിക്കുന്നതാണിത്. ഞാൻ എപ്പ ആഗ്രഹിക്കുന്നോ അപ്പൊ എനിക്ക് ഇവനെ മൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു അഭിമന്യുവിന്റെ ശല്യം കൂടി ഞങ്ങൾ സഹിക്കണമല്ലേ? നമ്മൾ എപ്പോഴും ഹ്യൂമൻസിന്ന് ഏലിയൻ ഫോം ഒളിപ്പിച്ചു വെക്കുകയാണ്. ഇപ്പൊ ഈ ഏലിയൻ ബോഡി സൂട്ട് എന്താവശ്യത്തിനാ? ഈ നവീൻ ഇത് എവിടെ പോയിരിക്കുക? നവീൻ ഇവിടെയുണ്ട്. എന്റെ ക്രിയേറ്റീവ് ബ്രെയിനെ നിങ്ങൾ എന്താ ഒന്ന് അഭിനന്ദിക്കാത്തത്? പക്ഷെ ഡോണ്ട് വറി, ഈ ബോഡി സൂട്ട് ആവശ്യമുള്ള ആരെങ്കിലും ഈ ലോകത്തുണ്ടാകും. എല്ലാ യാത്രക്കാർക്കും ഇന്ത്യയിലേക്ക് സ്വാഗതം. അഭിമന്യു കുമാർ ഇസ് ദ സൂപ്പർ സ്റ്റാർ. ഈ സ്റ്റാറിന്ന് ഇന്ത്യയിൽ തിളങ്ങാൻ പോകുന്നു. ടെക്നിക്കൽ പ്രോബ്ലം കാരണം ലണ്ടൻ ഫ്ലൈറ്റ് ഇന്ത്യയിൽ ഇറക്കേണ്ടി വന്നു. ഉടനെ ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ഇത് ലണ്ടനിലേക്ക് പറക്കുകയില്ല. ഇത് പ്രോബ്ലം ഒന്നുമല്ല, ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ഒരു അവസരം മൂലം എന്റെ പ്രശസ്തി വർഷങ്ങളോളം നിലനിൽക്കും. ലെറ്റ്സ് ഗോ. നീ എങ്ങോട്ടാണ് പോകുന്നത് അഭിമന്യു മോനെ? ചോഴി, കോയിൻസിഡൻസ് കണ്ടോ? ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. ഫ്രീ ഇന്ത്യയുടെ കൂടെ ഡേറ്റിംഗ്. ഇന്ത്യ ഈസ് ഗ്രേറ്റ്. നീ എന്താ ഈ പറയുന്നത്? നമ്മുടെ ലണ്ടനിലേക്കുള്ള ഫ്ലൈറ്റ് എപ്പോഴെങ്കിലും റീ അറേഞ്ച് ആവില്ലേ? അതുകൊണ്ട് നമ്മൾ എയർപോർട്ട് വിട്ട് എങ്ങും പോകുന്നില്ല. അടുത്ത 48 hours ഒന്നും സംഭവിക്കില്ല. നോ നോ നോ, നമ്മൾ റിസ്ക് എടുക്കുന്നില്ല. വരൂ, നിന്റെ സാധനങ്ങൾ എടുക്കാം. ഏലിയൻ, രക്ഷിക്കണേ. ഞാൻ ലഗേജ് ആയല്ലോ. ഓ, രക്ഷപ്പെട്ടു. നോ ഏലിയൻ, ഇതാണ് പറ്റിയ അവസരം. What this? എടാ മോനെ, നീ എങ്ങോട്ടാ പോകുന്നത്? നിന്റെ പേരൻസിനോട് ഞാൻ എന്ത് മറുപടി പറയും? നിങ്ങൾ വിഷമിക്കണ്ട ടോഴി, ഞാൻ കറക്റ്റ് ടൈമിൽ തിരിച്ചെത്താം. ഇവിടെ അടുത്തെവിടെയോ ഏലിയൻ ഉണ്ട്. ഏലിയൻ ഡിവൈസ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ആഹാ, പിടിച്ചു. ഓ അങ്കിൾ, ഏത് ദിവസമാണ് നിങ്ങളുടെ ഡിവൈസ് എന്നെക്കാട്ട് BP ചെയ്യാതിരിക്കുന്നത് അന്ന് ഞാൻ സമ്മതിക്കാം നിങ്ങൾ ഏലിയൻ എക്സ്പേർട്ട് ആണെന്ന്. പക്ഷെ ഇത് വളരെ ശബ്ദത്തിലാണല്ലോ സിഗ്നൽ തരുന്നത്. എന്റെ ഏലിയൻ ഡിവൈസ് ഫെയിൽ ആവില്ല. ആരെയാണോ കാണാൻ ആഗ്രഹിച്ചത് അയാള് സ്വയം മുമ്പിൽ വന്നല്ലോ. എന്റെ ഏലിയനെ കുറിച്ചുള്ള പേടി ഇദ്ദേഹത്തിന് മനസ്സിലാവും. എന്തൊക്കെയുണ്ട് അങ്കിൾ, എന്നെ മനസ്സിലായോ? ഞാനാണ് അഭിമന്യു കുമാർ, ദ സൂപ്പർ സ്റ്റാർ. നിന്റെ സംസാരം കേട്ടാ ആദ്യമായിട്ട് കാണുന്ന പോലുണ്ടല്ലോ. യെസ് യെസ് അങ്കിൾ, ആദ്യമായിട്ടല്ലേ കാണുന്നത്. മഹാനായ ഗോട്ടാലെ, ഐ മീൻ ദി ഏലിയൻ എക്സ്പേർട്ട്. എന്റെ ഡിവൈസ് ശരിയായി. അഭിമന്യു സമ്മതിച്ചു ഞാൻ ഏലിയൻ എക്സ്പെർട്ട് ആണെന്ന്. പിന്നെ അങ്കിൾ, അറിയാതെ നമ്മൾ ഏലിയന്റെ മുമ്പിൽ പെട്ടാൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ഒന്നും ചെയ്യണ്ട, അത് ഏലിയൻ അങ്ങ് ചെയ്തോളും. ഞാൻ ഒരു തമാശ പറഞ്ഞതാ. അഥവാ ഒരു ഏലിയനെ നിന്റെ മുന്നിൽ കണ്ടാൽ അവരെ നേർക്ക് ഈ ഗൺ എടുത്ത് ഉപയോഗിക്കണം. കുറെ നേരത്തേക്ക് അവൻ ഇങ്ങനെ ഫ്രീസ് ആയി നിൽക്കും. Wow, Abhimanyu Kumar is a star, but Gotala uncle is a superstar. Uncle എന്റെ ടെൻഷൻ എല്ലാം മാറ്റി. അപ്പൊ ഈ ഗണ്ണ് നീ കൈ വെച്ചോ, ഞാൻ പോവുക. താങ്ക് യു അങ്കിൾ. പാനിപ്പൊരി കഴിക്കൂ, പാനിപ്പൊരി.
പാനിപ്പൂരി കഴിച്ചിട്ട് കുറെ നാളായി. ഞാനിത് ഒത്തിരി മിസ് ചെയ്യുന്നു. ചേട്ടാ, ഒരു പാനിപ്പൂരി തരാമോ? പിന്നെന്താ, മുഴുവൻ എടുത്തോന്നേ. ഇതാ. ഉം, ഉം, ഉം. അയ്യോ, എരിയുന്നേ. എരിയുന്നു. ഐ മീൻ സ്പൈസി. അയ്യോ, കുടിക്കാനുള്ള വെള്ളം തീർന്നു പോയല്ലോ. ചെന്നാ കാണുന്ന കടയിൽ നിന്ന് വാങ്ങി കുടിച്ചോളൂ. ടോമി. ഓ എന്റെ ടോമി, ഇത് നമ്മുടെ അഭിമന്യു അല്ലേ? ഓ എന്റെ ടോമി, ഒന്ന് നിക്കുന്നേ. അയ്യോ, ടോമി. അഭിമന്യു, ആഴെയാണോ ഞാനിന്ന് കാണാൻ ആഗ്രഹിച്ചത്? അവിടെ എല്ലാരും എന്നെ കാണാൻ വരുവാണല്ലോ. കൃത്യസമയത്ത് കൃത്യസ്ഥലത്ത് വന്ന് വീഴുന്നത് എന്റെ സ്വഭാവമാണ്. അല്ല, നിങ്ങൾ രണ്ടുപേരും എപ്പോഴാ സ്നേഹത്തിലായത്? സർപ്രൈസ്. ഞങ്ങളുടെ രണ്ടുപേരുടെ സ്നേഹം അങ്ങനെയാണ്. ആ പിന്നെ ആന്റി, എന്റെ വീട്ടിലെ സ്പാക്കി നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമോ? എന്റെ കയ്യിൽ എല്ലാ പ്രശ്നങ്ങളുടെയും താക്കോലുണ്ട്. പിന്നെ നിന്റെ വീടിന്റെ കാണാതിരിക്കുവോ? വെരി ഗുഡ്. എപ്പോഴാണോ ഞാൻ വീട്ടിലേക്ക് വരിക, അപ്പോൾ ആന്റിയുടെ കയ്യിൽ നിന്ന് വായിച്ചോളാം. ഓക്കേ ടോമി, ഞാനിപ്പോ പോട്ടെ. ബൈ ആന്റി. ഓ, ടോമിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. ബാക്കിയുള്ള പാനിപ്പൂരിയും കൂടെ കഴിക്കേ. നന്നായി ആസ്വദിക്കേ. പാനിപ്പൂരി എങ്ങനെ കഴിച്ചാൽ എന്റെ പകുതി ബോഡി കാണാനാവും. പാനിപ്പൂരി കഴിച്ച് എന്റെ ഹ്യൂമൻ ഐഡന്റിറ്റി വെള്ളത്തിലാക്കണോ? ഓടിക്കോ. ഫ്രണ്ട്സ്, വെക്കേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? എന്റെ വെക്കേഷൻ അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ വിശേഷം പറയട്ടെ? I missed you so much. 2 നീണ്ട മാസത്തിന് ശേഷം ടിങ്കുവിനെ കാണുമല്ലേ? അതിന്റെ സന്തോഷമായിരിക്കും. ഇത്രയും നാളുകൾക്ക് ശേഷം സ്കൂള് കണ്ടപ്പോൾ നല്ല സന്തോഷം. ഇന്ന് അഭിമന്യു സ്കൂൾ യൂണിഫോം ഇട്ടിട്ടില്ലല്ലോ. ഇനി അവന്റെ ബർത്ത്ഡേ എങ്ങാനും ആണോ? ടിങ്കു വിഷ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുമായിരിക്കും അവൻ. ഹാപ്പി ബർത്ത്ഡേ അഭിമന്യു. വാവ്, ഇത്രയും നാളുകൾക്ക് ശേഷം നിനക്ക് എന്റെ ബർത്ത്ഡേ ഓർമ്മയുണ്ടല്ലേ? അഭിമന്യു കുമാർ ഇസ് എ സ്റ്റാർ, ബട്ട് ടിങ്കു ഇസ് എ സൂപ്പർ സ്റ്റാർ. ഞങ്ങളുടെ സ്കൂള് സർപ്രൈസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് മണി സാറല്ലേ? സാറിന് എന്നെ മനസ്സിലായോ? ഞങ്ങൾ റേസ് ട്രാക്ക് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി എല്ലാവരും പങ്കെടുത്താ മതി. ഓ, സാറിന് എന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. സാർ, എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? പിന്നെ ടെൻഷൻ ഉണ്ടാവില്ലേ? എന്താ, എന്ത് പറ്റി സാർ? ഓ, നാളെ സോപ്പ് ബോക്സ് റേസ് നടക്കാൻ പോവാ. എനിക്ക് വിശ്വാസമുള്ള ഒരു പാർട്ടിസിപ്പന്റിനെ കിട്ടിയിട്ടില്ല. സോപ്പ് ബോക്സ് റേസ് ഇസ് ഈസി പീസി. ഞാൻ ലണ്ടനിൽ ഈ റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ലണ്ടൻ? ഓക്കേ, വെക്കേഷൻ ലണ്ടനിൽ പോയി കാണും. ഞാൻ ഇതുവരെ മൂന്നാറിൽ പോലും പോയിട്ടില്ല. കഷ്ടമായി പോയല്ലോ. ദാ നോക്കിക്കേ. ഇത് കൊള്ളാലോ അഭിമന്യു. നീ ലണ്ടനിൽ ചെന്ന് സോപ്പ് ബോക്സ് റേസ് ചാമ്പ്യനായോ? I tried my best, sir. എങ്കിൽ കേട്ടോളൂ, നീയും ടിങ്കുവും നമ്മുടെ സ്കൂളിന് വേണ്ടി സോപ്പ് ബോക്സ് റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. എന്ത്? എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുമോ? ഈ കോമ്പറ്റീഷന് വേണ്ടി ഞാൻ സ്കൂളിലെ ബെസ്റ്റ് സ്റ്റുഡന്റിനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. വാവ്, സാറിന് ഇപ്പോഴും ഞാൻ ബെസ്റ്റ് സ്റ്റുഡന്റ് ആണ്. അഭിമന്യു കുമാർ ഇസ് എ സ്റ്റാർ, പക്ഷെ പ്രിൻസിപ്പൽ ആണ് സൂപ്പർ സ്റ്റാർ. Presenting our soap boats car. Ta-da! ഈ കാർ ഓടുമോ? നോ എഞ്ചിൻ, only gravity. Physics is alien to me. എവിടെ ഏലിയൻ? എവിടെ? എവിടെയാ? ഞാൻ ഉദ്ദേശിച്ചത് എന്റെ ഫിസിക്സ് അല്പം കുഴപ്പമാന്നാ. ഓ, എന്നാ പിന്നെ അങ്ങനെ പറയണ്ടേ. നീ എന്നെ ശരിക്കും പേടിപ്പിച്ചു. ഇനി ഈ കാർ ഫിസിക്സിലല്ല, നമ്മുടെ കെമിസ്ട്രിയിലാണ് ഓടാൻ പോകുന്നത്. ഞാൻ നിന്റെ സ്മാർട്ട് വാച്ചിന്റെ കണക്ഷൻ മൂലം നിന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്യും. എന്നിട്ട് നിന്നെ കണ്ടുപിടിക്കും. ഒരു മതിലിനും എന്നെ തടയാൻ കഴിയില്ല. ഓ നോ.
ഇനി ഞാൻ നിന്നെ എങ്ങനെ ട്രേസ് ചെയ്യും? ടോഴി വലിച്ചെറിഞ്ഞ ചൂങ്കം പോലെ കാലിൽ ഒറ്റപ്പിടിക്കുവാണല്ലോ. എന്നെ കണ്ടു കഴിഞ്ഞാൽ എയർപോർട്ടിലേക്ക് കൊണ്ടുപോകും. എനിക്കാണെങ്കിൽ ഇന്ത്യയിൽ വേറെ കുറെ കാര്യങ്ങൾ ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? ടോയ്ലറ്റ്. നീ കാർ ഓടിക്കാൻ നോക്ക്, ഞാൻ വാഷ്റൂം ട്രൈ ചെയ്യാം. ഐ മീൻ വാഷ്റൂമിലേക്ക് പോയിട്ട് വരാം. നീ കാരണം സ്കൂൾ ഫസ്റ്റ് ഡേയിൽ ഞാൻ ലേറ്റ് ആയി. അറിയാം. പെട്ടെന്ന് നടക്കാൻ നോക്ക്. സോറി സർ. അഭിമന്യു, നീ എന്താ ഇവിടെ ചെയ്യുന്നേ? ഞങ്ങൾ ക്ലാസ്സിലേക്ക് പോവായിരുന്നു സർ. ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട ഒരാവശ്യവുമില്ല. ഗ്രൗണ്ടിലേക്ക് പ്രാക്ടീസ് ചെയ്യ്. എനിക്ക് തോന്നുന്നു സ്കൂളിൽ വരാൻ ലേറ്റ് ആയതിന് പണിഷ്മെന്റ് തരുവാന്നോ സർ? ഞാൻ പറഞ്ഞില്ലേ ഗ്രൗണ്ടിലേക്ക് പോകാൻ. നീ പോകണ്ട ആര്യ, നീ ക്ലാസ് അറ്റൻഡ് ചെയ്യേ. സോപ്പ് ബോക്സ് റേസിൽ അഭിമന്യു മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്താ മതി. ഇതെന്താ സോപ്പ് പെട്ടി കൊണ്ടുള്ള റേസോ? ഹ്യൂമൻസിന് വേറെ ഒന്നും കിട്ടിയില്ലേ? ഹ്യൂമൻസ് എന്ത് തന്നെ ചെയ്താലും നീ അതിനെ കുറിച്ച് റിസർച്ച് ചെയ്തേ പറ്റൂ. ഉറച്ച തീരുമാനമായിരിക്കണം അഭിമന്യു. ആര്യ വരൂ. സോപ്പ് ബോക്സ് റേസിനെ കുറിച്ച് കുറച്ചൊന്ന് റീസർച്ച് ചെയ്തേക്കാം. എനിക്ക് തോന്നുന്നു ആരാണോ ഫാസ്റ്റ് ആയിട്ട് കുളിക്കുന്നത് അവര് ജയിക്കുമെന്നാ. അഭിമന്യു സ്കൂൾ യൂണിഫോം ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നോ? പിന്നെ സോപ്പ് ബോക്സ് റേസിന് ബർത്ത്ഡേ ഡ്രസ് ഇട്ടിട്ടാണോ വരേണ്ടത്? ഓയ്, സോപ്പ് ബോക്സ് റേസ് എക്സ്പെർട്ട് ടിങ്കുമായിട്ട് ചേർന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. ഓ, സോപ്പ് കൊണ്ട് കുളിക്കാനല്ല, ഈ വണ്ടി ഓടിച്ചു ജയിക്കാനാണ്. അഭിമന്യു കുമാർ ചിലപ്പോൾ ഈ റേസിൽ എക്സ്പേർട്ട് ആയിരിക്കും, പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല. ഈ അഭിമന്യു സ്പേസ്ഷിപ്പ് ഓടിച്ചിട്ടുണ്ട്, പിന്നെയല്ല ഈ കാറ്. റേസിന് മുമ്പ് തന്നെ കാറ് ഡിസ്ട്രോയ് ആയല്ലോ. നിന്റെ മുഖത്തിലും കരി പറ്റിയല്ലോ. എന്റെ മുഖത്ത് കരി പറ്റിയെന്നോ? വേഗം പോയത് കഴുകിയിട്ട് വാ. ഇപ്പൊ കഴുകിട്ട് വരാം. ഓ നോ, നമ്മുടെ കാറിന് എന്ത് പറ്റി? നീ എന്താ വീണ്ടും ചേഞ്ച് ചെയ്ത ബർത്ത്ഡേ ഡ്രസ് ഇട്ടോ? വീണ്ടും ചേഞ്ച് എന്നോ? എന്താ നീ ടോപ്പിക് ചേഞ്ച് ചെയ്യല്ലേ? ടിങ്കു, നീ സോപ്പ് ബോക്സ് വണ്ടിയെ എന്താ ചെയ്തു വെച്ചിരിക്കുന്നേ? ഞാനോ? അത് ശരി, കള്ളത്തരം കാണിച്ചിട്ട് രക്ഷപ്പെടാൻ നോക്കുക അല്ലേ? കള്ളത്തരം രക്ഷപ്പെടൽ നീ എന്തൊക്കെയാ പറയുന്നേ? എനിവൈ, ന്യൂ സോപ്പ് ബോക്സ് കാർ ഞാൻ തന്നെ ഉണ്ടാക്കാം. ഞാനെന്നാ പോട്ടെ. അല്ല, ഇത്ര പെട്ടെന്ന് നീ എങ്ങോട്ടാ പോകുന്നേ? കീ വാങ്ങിക്കാൻ. കീ വാങ്ങിക്കാനോ? എഞ്ചിൻ ഇല്ലാത്ത കാറിന് എന്താ കീ ഉണ്ടോ? ഓ, കാറിന്റെ കീ അല്ല, ഹൗസ് കീ. ഗോച്ചാല ആന്റിയുടെ കയ്യിൽ നിന്ന് കീ വാങ്ങി കുമാർ ഹൗസിൽ പോണം. അല്ല, ഇപ്പൊ നീ അങ്ങോട്ട് പോയിട്ട് എന്നിട്ട് ഇവിടുന്ന് വരുന്നോ? ഇതെങ്ങനെ പോസിബിളാ? എന്റെ ടിങ്കു, ഞാൻ ഇവിടുന്ന് പോയിട്ട് ഇവിടുന്ന് തന്നെ വന്നത്. നീ എങ്ങനെയാ പെട്ടെന്ന് ഇങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്നേ? മാത്രമല്ല നിന്റെ ആക്സിഡന്റ് ചേഞ്ച് ആവുന്നുണ്ടല്ലോ. പിന്നെ നീ ഇപ്പൊ ഗോട്ടാലാൻഡിയുടെ വീട്ടിൽ പോയി കീ വാങ്ങിയിട്ട് കുമാർ ഹൗസിലേക്ക് പോയിരുന്നല്ലോ. ബർത്ത്ഡേ ഡ്രസ്സോ? ഗോട്ടാലാൻഡിയോ? കുമാർ ഹൗസ്? എന്തൊക്കെയാ പറയുന്ന ടിങ്കു? ഒന്നും മനസ്സിലാവുന്നില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സോപ്പ് ബോക്സ് തകർന്നത് കണ്ട് ഇവന്റെ തലയ്ക്ക് എന്തെങ്കിലും പറ്റിയതായിരിക്കും. എന്നാ പിന്നെ കാണാൻ ടിങ്കു. ടിങ്കുവിന്റെ ഒരു കാര്യം. അഭിമന്യു മോനെ, നിന്നെ കിട്ടിയല്ലോ. എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ നിനക്ക് പറ്റില്ല അഭിമന്യു മോനെ. ആരാ മോൻ? ആരുടെ മോൻ? പിന്നെ നിങ്ങൾക്ക് എങ്ങനെ എന്റെ പേരറിയാം? ആരാ നിങ്ങൾ? അത് ശരി, എന്നെ ഐഡന്റിഫൈ പോലും ചെയ്യുന്നില്ലേ? പക്ഷെ ഞാൻ നിന്റെ ടോക്സിലേക്ക് തീർച്ചയായും വരില്ല. ലണ്ടനിൽ കുക്കി മാഡത്തെ നവീൻ സാറിനെ ഞാൻ എന്റെ മുഖം എങ്ങനെ കാണിക്കും? കുക്കി, നവീൻ, ഇയാൾക്ക് എന്റെ മുഴുവൻ ഫാമിലി അറിയാലോ. പക്ഷെ ലണ്ടൻ, അവിടെയല്ല അഭിമന്യു കുമാർ ഉള്ളത്. അപ്പോൾ അതിന്റെ അർത്ഥം അവൻ ഇന്ത്യയിൽ എത്തിയെന്നല്ലേ? അതുകൊണ്ടാ ഈ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്യും? ഈ അഭിമന്യു കാരണം എന്റെ ഭൂമിയിലെ ടിക്കറ്റ് കട്ടായി പോകുന്ന തോന്നുന്നേ. ടിങ്കു പറഞ്ഞത് അഭിമന്യു കുമാർ ഹൗസിലേക്ക് പോവാണെന്നല്ലേ? നവീനും കുക്കിയും സുപ്രീമോടെ കോൾ അറ്റൻഡ് ചെയ്യാൻ കുമാർ ഹൗസിലേക്ക് പോകും. എനിക്ക് അവിടെ എത്തിയേ പറ്റൂ. നീ എങ്ങും പോനില്ല. എല്ലാ പ്രശ്നങ്ങളും അഭിമന്യു ഉണ്ടാക്കും. എനിക്കാണെങ്കിൽ നാക്ക് ഉപയോഗിക്കേണ്ടി വരും. കൃത്യ ടൈമിലെ എൻട്രി ആയത്. ആരാ ഇങ്ങനെ ചെയ്യുന്നത്? എന്തിനാ ഇങ്ങനെ വലിക്കുന്നത്? ആ പാമ്പിന്റെ കിളി എങ്ങനെയുണ്ട്? എന്താ ഈ സംഭവിക്കുന്നത്? ഇതൊരു സ്നേക്കിനെ പോലെ ഉണ്ടല്ലോ. എന്നെ വെറുതെ വിടൂ. ഫോറിനേഴ്സിനെ ഇവൻ ഫേവറേറ്റ് ഫുഡ് ആക്കും. നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ ആ മരത്തിലേക്ക് കേറിക്കോ. അപ്പോൾ ഇനി ഞാൻ ബൈ ബൈ പറയട്ടെ. എന്നെ മരത്തെ കെട്ടിട്ട് നീ എങ്ങോട്ട് പോകുന്നു അഭിമന്യു മോനെ?
ആര്യ വലിയൊരു പ്രശ്നമുണ്ട്. എല്ലാം മനസ്സിലായി. പപ്പയും മമ്മിയും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. നിന്നെ പോലെ അവരും ഫോൺ എടുക്കുന്നില്ല. എന്ന് വെച്ചാൽ സമയം തീരെ കുറവാണ്. പ്രോബ്ലം കൂടുതലും. ഹ്യൂമൻ ആയി ഇരുന്നിട്ട് കുറവ് സമയം കൊണ്ട് നമുക്ക് വീട്ടിലെത്താൻ പറ്റില്ല. നമുക്ക് ഏലിയൻ ഫോമിലേക്ക് ആയേ പറ്റൂ. സോറി ആര്യ, ലെറ്റ്സ് ഗോ. ഓ, ഈ അഭിമന്യുവിന് വേണ്ടി എപ്പോഴും റൂൾസ് ബ്രേക്ക് ചെയ്യേണ്ടി വരും. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് വരുമ്പോ എന്തൊരു സന്തോഷം. എന്റെ പ്രിയപ്പെട്ട വീട്. എത്ര ഓർമ്മകളാണ് എനിക്ക് വീട്ടിലുള്ളത്. ഒരിക്കലും എനിക്കത് മറക്കാൻ കഴിയില്ല. ഓ നോ, ഹ്യൂമൻ അഭിമന്യു എങ്ങാനും പപ്പയും മമ്മിയും കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഗെയിം ഓവർ. ഇപ്പൊ ഗെയിം ആരംഭിക്കാൻ പോവല്ലേ. എനിക്ക് ഏലിയൻ പവർ ഉപയോഗിക്കണം. ഹാ. കുമാർ ഹൗസിലേക്ക് വന്നപ്പോൾ മമ്മിയുടെയും ഡാഡിയുടെയും ഓർമ്മകൾ വരുന്നു. ഐ ക്യാൻ ഫീൽ ദം ഹിയർ. മോം, ഡാഡ്, ഐ ആം കമ്മിങ്. പണി പാളിയല്ലോ. ഇല്ലില്ല, രക്ഷപ്പെട്ടു. അവനിപ്പോൾ ലണ്ടനിലേക്ക് പോവും. ടെൻഷൻ കഴിഞ്ഞു. ഓ നോ, സുപ്രീമയുടെ കോളിന് ടൈമായി. ഇനി നമ്മൾ എന്ത് ചെയ്യും? വിഷമിക്കണ്ട. വെൻ അഭിമന്യു ഇസ് ഹിയർ. ഇനി ഒരു കണക്ഷനും ഇല്ല, ഒരു കോളും ഇല്ല. ശരി, പുറത്തേക്ക് പോവാം. ഇതെന്ത് സൗണ്ടാ? ആ ലണ്ടൻകാരൻ അഭിമന്യു പോയെന്നാ തോന്നുന്നു. അയ്യോ. ഹ്യൂമൻസ് പറയുന്ന പോലെ ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യം എന്ന് പറഞ്ഞാ മതി. ഫൈനലി ഹ്യൂമൻ അഭിമന്യു ബാക്ക് ടു ലണ്ടൻ. അയ്യോ, സുപ്രീമോയുടെ കോള് കിട്ടുന്നില്ലല്ലോ. അഭിമന്യു, നീ റിസീവർ റീകണക്ട് ചെയ്തായിരുന്നോ? ഡിഷ് ആന്റിന ഇന്നലെ രാത്രിയുടെ കൺഫ്യൂഷൻ കാരണം ഡിഷ് ആന്റിന റീകണക്ട് ചെയ്യാൻ ഞാൻ മറന്നുപോയി. ഇപ്പൊ തന്നെ കൊടുത്തിട്ട് വരാം. അഭിമന്യു ഇസ് ബാക്ക് ഇൻ ആക്ഷൻ. ഇനി സുപ്രീമോ ആയിട്ട് വീണ്ടും കണക്ഷൻ ആവും. സുപ്രീമോയുടെ കോള് വന്നു. അഭിമന്യു സ്പേസിലോ? ആ, ഞാൻ അവനെ ഡയറക്റ്റ് സ്പേസിലേക്ക് കൊണ്ടുവന്നു. ഹ്യൂമൻ അഭിമന്യു ലണ്ടനിലേക്ക് പോയി. ഏലിയൻ അഭിമന്യു സ്പേസിലും. ഇനി നമുക്ക് കുറച്ചുനാൾ സമാധാനത്തോടെ ഇരിക്കാം. അല്ല സുപ്രീമോ, അഭിമന്യു വീണ്ടും ഭൂമിയിലേക്ക് വരില്ലേ? ഇല്ല. ഓ, ഈ സെക്യൂരിറ്റി എല്ലാം വീണ്ടും അടിച്ചോണ്ടിരിക്കുക. ഇപ്പൊ വരാം. കുക്കി മമ്മി, സുപ്രീമോയുടെ കോള് വന്നായിരുന്നോ? നിക്ക്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ഏലിയൻ റേസ് ജയിച്ചിട്ടല്ലാതെ അഭിമന്യുവിനെ ഞാൻ ഭൂമിയിലേക്ക് തിരിച്ചു വിടുകയേയില്ല. എല്ലാവർക്കും മനസ്സിലായോ? തൽക്കാലം ഇത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം പിന്നെ ഓവർ ആൻഡ് ഔട്ട്. മമ്മി തന്നെയല്ലേ പറഞ്ഞത് സുപ്രീമോയുടെ കോൾ അറ്റൻഡ് ചെയ്യണോന്ന്. എന്നിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലല്ലോ. കാര്യം എന്താന്ന് പറ. സുപ്രീമോ അഭിമന്യു കുമാറിനെ കണ്ടു. അദ്ദേഹത്തിന് തോന്നി ഏലിയൻ അഭിമന്യു ആണെന്ന്. നമ്മുടെ അഭിമന്യു ആണെന്ന് കരുതി അവനെ ഏലിയൻ റേസിൽ പങ്കെടുപ്പിക്കുക. ഹ്യൂമൻ അഭിമന്യുവിന് ഏലിയൻ പവർ ഉപയോഗിക്കാൻ പറ്റില്ല. ഏലിയൻ അഭിമന്യുവിന് ഹ്യൂമൻ പവർ ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് പ്രോബ്ലം ആയിരിക്കാം. ഒന്ന് നിർത്ത്. സത്യമായിട്ടും വലിയ പ്രോബ്ലം ആയിട്ടിരിക്കുക. നമ്മളെല്ലാം പിടിക്കപ്പെടും. റിലാക്സ്, ഒന്നും സംഭവിക്കില്ല. അഭിമന്യു ഇവിടെ ഉള്ളപ്പോൾ എന്ത് സംഭവിക്കാനാ? എല്ലാ പ്രോബ്ലവും ഞാൻ തന്നെ സോൾവ് ചെയ്യുന്നേ. പക്ഷേ നീ എന്താ ചെയ്യാൻ പോകുന്ന അഭിമന്യു? ആദ്യം സ്പേസിൽ പോവും. എന്നിട്ട് അഭിമന്യു കുമാറിനെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. നോക്കട്ടെ എന്നെ ആരാ തടയാൻ വരുന്നതെന്ന്. അഭിമന്യു, ഓ വന്നല്ലോ തടയാനായിട്ട്. അഭിമന്യു, എന്തെടുക്ക അവിടെ? പ്രിൻസിപ്പൽ മണി അവിടെ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയാണ്. നീ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? എടാ, ഫോൺ എടുക്കാത്തോണ്ട് നേരത്തെ തന്നെ നിനക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതാ. എന്നിട്ട് നീ മണി പറഞ്ഞത് മാറ്റർ ഈസ് നോട്ട് ഫണി. എന്റെ കൂടെ മര്യാദയ്ക്ക് വന്നോ. സോപ്പ് ബോക്സിൽ കിടന്ന് തന്നേണ്ടതാ, അല്ല റൈസ് ചെയ്യേണ്ടതാ. ആര്യ, ബാക്കി കാര്യങ്ങൾ നീ നോക്കിക്കോണം. ഞാനിത് എവിടെയാ? ഇത് ഏത് സിറ്റിയിലാണ് ഞാൻ വന്നത്? ഇതെന്താ, ഞാൻ സ്പേസിലോ? വേഗം ഇവിടുന്ന് പോയേ പറ്റൂ. ഞാൻ ഭൂമിയിലേക്ക് എങ്ങനെ പോകും? അഭിമന്യു, നീ എഴുന്നേറ്റോ. ഞാൻ നിന്നെ ഒരു ഇമ്പോർട്ടന്റ് മിഷന് വേണ്ടിയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്നെ വെച്ച് ഏതെങ്കിലും ഏലിയൻ എക്സ്പെരിമെന്റ് ചെയ്യാനാകും. അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഏതെങ്കിലും ഏലിയൻ സ്പീസീസ് ഫൈറ്റർ ആവാനായിരിക്കും. ഓ, നീ എങ്ങോട്ടായി പോകുന്നത്?
ഒളിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. നീ പാർട്ടിസിപ്പേറ്റ് ചെയ്തേ പറ്റൂ. ഇവിടുന്ന് രക്ഷപ്പെടാൻ ഒരു സ്പേസും ഇല്ലല്ലോ. എന്ത് ചെയ്യും? ഗോചാലങ്ങളുടെ ഫ്രീസിംഗ് ഗൺ ഇത് കൊണ്ടിരിക്കെ രക്ഷപ്പെടാം. വേണ്ട. ഏലിയൻ ഫ്രീസ് ആയല്ലോ. ഫൈനലി ഈ ഗൺ വർക്ക് ചെയ്തു. ഓ അതാണ് എർത്ത്. എനിക്ക് എങ്ങനെങ്കിലും ഈ സ്പേസ്ഷിപ്പിന്റെ എർത്തിങ് ലാൻഡിങ് ചെയ്യണം. ഈ സ്പേസ്ഷിപ്പിനെ എങ്ങനെ എർത്തിലേക്ക് കൊണ്ടുപോയി ലാൻഡ് ചെയ്യും? ഈ ബട്ടൺ നെക്കിയാൽ എന്താ സംഭവിക്കാൻ പോണേന്നറിയാം. എന്താ ഈ സംഭവിക്കുന്നത്? വോ ഇത് ഓടുന്നുണ്ട്. ഇത് വീഡിയോ ഗെയിം കളിക്കുന്ന പോലാണ്. ഈ ഗെയിം ഫെയിൽ ആവാതിരുന്നാ മതിയായിരുന്നു. കൊള്ളാം അഭിമന്യു. ഈ ഏലിയൻ ഉണർന്നല്ലോ. ഇയാൾക്ക് എന്റെ പേരും അറിയാമല്ലോ. ഹ്യൂമൻ ലാംഗ്വേജും അറിയാം. ഇത്രയും വേഗത്തിൽ പ്ലാനറ്റ് സുരാക്കയിലേക്ക് എത്തിച്ചോ? സുരാക്ക പ്ലാനറ്റോ? അപ്പൊ ഇത് എർത്ത് അല്ലേ? എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? പറയൂ. കാരണം നീ ഏലിയൻ റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. എന്ത്? ഞാൻ എർത്തിൽ സോപ്പ് ബോക്സ് റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോവായിരുന്നു. സോപ്പ് ബോക്സ്? ഭൂമിയിലെ ചെറിയ ചെറിയ ഗെയിമൊക്കെ മറന്നു കളയേ. സ്പേസിലെ ഏറ്റവും വലിയ റേസിൽ പങ്കെടുക്ക്. നോ നോ, എനിക്ക് പാച്ചാവാൻ പറ്റില്ല. എനിക്ക് തിരിച്ച് എർത്തിലേക്ക് പോണം. ആ പൊക്കോളൂ. റേസിന് ശേഷം ഈ റേസിൽ നീ പങ്കെടുത്തില്ല എങ്കിൽ തിരിച്ചൊരിക്കലും ഭൂമിയിലേക്ക് പോവില്ല. ഞാൻ പെറ്റുപോയല്ലോ. എനിക്കിപ്പോ നന്നായി വിശക്കുന്നുമുണ്ടല്ലോ. വിശപ്പോ? എന്ന് വെച്ചാൽ ചാർജിങ്. ഹ്യൂമൻസിന്റെ കൂടെ താമസിച്ച് അവരെ പോലെ സംസാരിക്കാൻ തുടങ്ങിയല്ലേ? പോയി ചാർജ് ചെയ്യ്. ഞാൻ പോയി റേസ് ട്രാക്ക് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. ചാർജ് ചെയ്യാനോ? ഇവിടെ മൊബൈൽ ചാർജ് ചെയ്തിട്ട് എന്ത് ചെയ്യാനാ? നെറ്റ്വർക്ക് എവിടുന്ന് കിട്ടാനാ? നന്നായി വിശക്കുന്നുണ്ടല്ലോ. പിന്നെ ഈ ഭക്ഷണം എവിടുന്ന് കിട്ടും? ഏലിയൻസ് കഴിക്കുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാ? കപ്പ് കേക്സ്. കപ്പ് കേക്സിന്റെ ഫേവറേറ്റ് ആണ്. ഇത് എർത്തിലുള്ള കപ്പ് കേക്കിനേക്കാൾ നല്ല ടേസ്റ്റി ആണല്ലോ. ഇത് എന്താ ഈ സംഭവിക്കുന്നത്? എന്റെ വയറ്റിൽ. ഓ നോ! അയ്യോ, ഇത് കപ്പ് കേക്ക് അല്ല, ഗ്യാസ് കേക്ക് ആണ്. അയ്യോ! റേസ് ലോകത്തിലെ സുഹൃത്തുക്കളെ, ഇവിടെ ഇത് ആരംഭിക്കാൻ പോകുന്നു സ്കൂൾ സോപ്പ് ബോക്സ് റേസ് ചാമ്പ്യൻഷിപ്പ്. ഓ, ഇവിടെ റേസ് തുടങ്ങാൻ പോവാണല്ലോ. അഭിമന്യു എവിടെയാണെന്ന് ഒരു വിവരമില്ല. എന്റെ ഗോട്ടാള സാറേ ഒന്ന് എഴുന്നേക്ക്. ഓ എന്റെ അഭിമന്യു, സൂക്ഷിച്ച്. നീ ഇങ്ങനെയാണോ വന്നിരിക്കുന്നത്? നമ്മുടെ സോബോച്ച് കാർ എവിടെ? സോപ്പ് ബോക്സ് കാർ നിന്റെ കയ്യിലല്ലായിരുന്നോ? നേരത്തെ ഉണ്ടായത് തകർന്നു പോയില്ലേ? അപ്പൊ നീ തന്നെയല്ലേ പറഞ്ഞത് ഇന്നത്തെ റേസിന് വേണ്ടി ഒരു പുതിയ സോബോച്ച് കാർ കൊണ്ടുവരാന്ന്? ആ അഭിമന്യു കൊടുത്ത പ്രോമിസ് ഒരിക്കലും ഈ അഭിമന്യുവിന് നടത്താൻ പറ്റില്ല. എനിക്ക് സോപ്പ് ബോക്സ് കാർ ഉണ്ടാക്കാൻ അറിയില്ലല്ലോ. ഓ അഭിമന്യു, സോപ്പ് ബോക്സ് കാർ എവിടെ? സോപ്പ് ബോക്സ് കാർ ഇല്ലാതെ നമ്മൾ ഈ റേസിൽ എങ്ങനെ ജയിക്കുക? റേസ് ജയിക്കാൻ എന്റെ ഈ ദഹി കഴിച്ചാ മതി. ദാ ഇതൊന്ന് നീ കഴിച്ചു നോക്ക്. ബ്രെയിൻ ഒക്കെ നല്ല ശാന്തമായിട്ട് ഇരിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ജയിക്കും. ഇവിടെ ഓരോരോ പ്രശ്നങ്ങളും ആര്യയുടെ നാക്ക് പോലെ നീണ്ടോണ്ടിരിക്കുവാണല്ലോ. അഭിമന്യു, ഇവിടുന്ന് ഓടിക്കോ, ഇല്ലെങ്കിൽ നീ ഇവിടെ വെച്ച് തന്നെ ഇല്ലാതാവും. ഈ ഹ്യൂമൻസിന്റെ ഫുഡ് കഴിച്ചുകൊണ്ട് ഞാൻ പകുതി ഏലിയനും പകുതി ഹ്യൂമനും ആവുമല്ലോ. എനിക്ക് ആരെയും ബോഡി കാണിക്കാൻ പറ്റില്ലല്ലോ. ഐഡിയ! ആകാശത്തിലേക്ക് പോയി എന്നിട്ട് ഏലിയൻ പ്ലാനറ്റിലേക്ക് എത്തി. ബർത്ത്ഡേ ഒന്ന് എക്സൈറ്റ്മെന്റ് ആക്കാൻ വന്നതാ. ഇവതയാണെങ്കിൽ പ്രശ്നങ്ങളുടെ ഒരു കുമ്പാരം വരെ ഉണ്ടല്ലോ. ഇവതയും ഏലിയനോ, അതും ടീമായിട്ട്. എനിക്ക് ഭക്ഷണം വേണ്ട. റൺ അഭിമന്യു, റൺ. നിൽക്കവിടെ. നോ നോ, എല്ലാ ഏലിയൻസും ഉണ്ടല്ലോ. പ്ലീസ് എന്നെ ഉപദ്രവിക്കരുത്. മമ്മിയാണേ സത്യം. ഞാൻ സത്യമല്ലാതെ വേറെ ഒന്നും പറയില്ല. എന്റെ എല്ലാ പോക്കറ്റ് മണിയും എടുത്തോ. പ്ലീസ് എന്നെ വെറുതെ വിടണം. പ്ലീസ്. കൊണ്ടുപോകാം, പക്ഷേ ഞങ്ങൾ പറയുന്ന പോലെ ചെയ്യണം. എർത്തിലേക്ക് പോവാൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം.
നീ ഏലിയൻ സ്പേസ് റേസിൽ പങ്കെടുക്കണം. ഹാ? വീണ്ടും സ്പേസ് റേസോ? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു ഞാൻ ഹ്യൂമൻ ആണ്, ഹ്യൂമൻ. ഏലിയൻസുമായിട്ട് ഞാൻ എങ്ങനെ റേസ് ചെയ്യാനാ? നിന്റെ ഹ്യൂമൻ ബുദ്ധിയൊന്നും ഇവിടെ കാണിക്കണ്ട. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. രാവിലെ മുതൽ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. നിനക്ക് വിശക്കുന്നുണ്ടായിരുന്നല്ലേ? അപ്പൊ ഞങ്ങള് ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. ഹാ, കൊണ്ടുവാ. ഓ, ഇത് ഗ്യാസ് കേക്ക് ഒന്നുമല്ലല്ലോ. ഏലിയൻ കേക്ക് കഴിച്ചവന്റെ കാറ്റടിച്ചു പോയെന്നാ തോന്നുന്നത്. ഇത് സേഫ് ആണ്. ആ, ഇവിടെ സ്പേസിൽ ഒരു ഏലിയൻ പോലും അറിയാൻ പാടില്ല. ഒരു ഹ്യൂമൻ സ്പേസിൽ വന്ന കാര്യം സുപ്രീമോയും അറിയാൻ പാടില്ല. എങ്ങാനും അറിഞ്ഞാലോ? അത് സുപ്രീമോയുടെ പേരിന് ദോഷം ചെയ്യും. സോങ്കയിൽ അദ്ദേഹത്തിന്റെ മാന്യത നഷ്ടപ്പെടും. പിന്നെ ഭൂമിയിലെ നമ്മുടെ ചീട്ട് കീറും. എല്ലാവർക്കും സ്വാഗതം സോപ്ബോക്സ് റേസിലേക്ക്. റേസ് ഇതാ ആരംഭിക്കാൻ പോകുന്നു. സോപ്ബോക്സ് റേസിന് എത്ര ഫാൻസ് ഉണ്ട് അത്ര തന്നെ പാർട്ടിസിപ്പന്റും ഇവിടെയുണ്ട്. ദാ കണ്ടില്ലേ, ചിട്ടുവും മിട്ടുവും. റിങ്കി പിങ്കി. പിന്നെ നമ്മുടെ ലാസ്റ്റ് ഇയർ ചാമ്പ്യൻസ് ഡാനിയും ജാമിയും ഉണ്ട്. ഓ, നിങ്ങൾ തകർക്ക്. എല്ലാ പാർട്ടിസിപ്പൻസും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തുക. ഈ അഭിമന്യു എവിടെ പോയിരിക്കുക? എല്ലാവരുടെയും കാറ് വന്നല്ലോ, നമുക്കാണെ കാറ് പോലും ഇല്ല. ഓ സോറി കേട്ടോ, ഇതാ നമ്മുടെ അവസാന പാർട്ടിസിപ്പന്റ് അഭിമന്യു. അഭിമന്യു, അഭിമന്യു, അഭിമന്യു. ഇതാ ടിങ്കുവും അഭിമന്യുവും. ഇത് സോബോച്ച് കാറൊന്നുമല്ല, ഔട്ട് ഓഫ് ദ ബോക്സ് കാറാണ്. കാർ ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ, ചാമ്പ്യൻ ഡാനി തന്നെ ആയിരിക്കും കേട്ടോ. അതൊക്കെ റേസ് ഡിസൈഡ് ചെയ്തോളും. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാന്ന് നോക്കാം. കുറച്ച് കഴിയുമ്പോ നിനക്ക് മനസ്സിലാവും. ആ ശരി ശരി. സോപ്ബോക്സ് റേസിനെ കുറിച്ച് ഞാൻ ടെൻഷൻ അടിക്കുന്നേക്കാളും കൂടുതൽ സ്പേസ് റേസിനെ കുറിച്ച് ആലോചിച്ച് അഭിമന്യു തകർന്നിരിക്കുമായിരിക്കും. ഇത് പ്ലാനറ്റിലെ ഏലിയൻ റേസ് ആരംഭിക്കുന്നു. എല്ലാ ഏലിയൻസിനും സ്വാഗതം. നമ്മുടെ ആദ്യത്തെ കണ്ടസ്റ്റന്റ് ആണ് കാട്രീന. One, two, three, four. മൾട്ടിപ്പിൾ ലെഗ്സ് കൊണ്ട് കാട്രീന റേസ് ചെയ്യുന്നു. ഓപ്പണന്റിനെ എക്സിറ്റ് ഡോർ കാണിച്ചു കൊടുക്കുമോ? ഓ, ഇതാ അടുത്ത കണ്ടസ്റ്റന്റ് എത്തിച്ചേരുന്നു. ഇദ്ദേഹമാണ് അബീര. ബോഡിയേക്കാൾ വലുതാണ് അദ്ദേഹത്തിന്റെ ചെവി. ഇത് അദ്ദേഹത്തെ പറക്കാൻ സഹായിക്കുന്നു. അയ്യോ, ഒന്ന് നിർത്തണേ. ഓ ഓ ഓ ഓ, ഇതാരാണ് ബൗൺസ് ചെയ്തു വരുന്നത്? ഓ, എങ്ങോട്ട് പോയി? ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുമോ അതോ ഓപ്പണന്റിനെ തോൽപ്പിക്കുമോ? ഓ ഓ ഓ ഓ. അഹം. എന്തെങ്കിലും സംശയമുണ്ടോ? ഓ, ഇതാ ഏലിയൻസിന്റെ പേര് കേട്ട് വിറയ്ക്കുന്ന ഞാൻ ഇന്ന് ഒരു കൂട്ടം ഏലിയൻസിന്റെ കൂടെ നിൽക്കുക. ആരാവും എന്നെ രക്ഷിക്കുക? ടെന്റിക്കൽ സ്ട്രിംഗ് സ്വാപ്പ് ഏതാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? ഇത് അടിപൊളിയായിരിക്കുന്നു. സോപ്ബോക്സ് കാറുകളെല്ലാം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിരന്നു കഴിഞ്ഞു. ഇന്നത്തെ ദിവസമാണ് അക്കരയോ ഇക്കരയോ. ഇന്ന് നിങ്ങളുടെ റേസ് നിങ്ങൾ അടിപൊളിയായി ചെയ്യൂ. എന്നിട്ട് കാണാം ആരാണ് ജയിക്കുന്നതെന്ന്. ഇവരെല്ലാവരും ഇന്ന് റേസ് ട്രാക്കിലൂടെ മുന്നോട്ട് പോകും. പുറകിലാകുന്നവർക്ക് സമ്മാനമില്ല. അഭിമന്യു, നമ്മുടെ കാറ് സ്പീഡിൽ പോകുന്നില്ലല്ലോ, സ്ലോ ആണല്ലോ. സ്പീഡ് കൂട്ടണമെങ്കിൽ എന്റെ ടെന്റിക്കിൾസ് തന്നെ വേണം. തിങ്കു, നീ മറന്നുപോയോ ടീച്ചർ പറഞ്ഞത്? സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. ഇതെല്ലാം കഥയിൽ വായിക്കാൻ കൊള്ളാന്നേ ഉള്ളൂ, റിയൽ ലൈഫിൽ പറ്റില്ല. ഇന്ന് ഒരു കഥയിലും ഇല്ലാത്ത കാര്യങ്ങളാണല്ലോ റിയൽ ലൈഫിൽ സംഭവിക്കുന്നത്. നീ പെട്ടുപോയടാ അഭിമന്യു. ഇപ്പോൾ മുന്നിൽ ടിന്റുവും മിന്റുവുമാണ്. അഭിമന്യുവും ടിങ്കുവും ഏറ്റവും പുറകിലും.
ഹ്. ഡാനിയുടെ വഴിന്ന് മാറിക്കോ, ഇല്ലെങ്കിൽ ഡാനിക്കറിയാം എങ്ങനെയാ മാറ്റേണ്ടെന്ന്. ഹ്. നമുക്ക് പൊടി കിട്ടിയോടോ. ഓ, ടിറ്റു ബട്ടനേക്കാൾ ട്രാക്കിന് പുറത്തേക്ക് പോയിരിക്കുന്നു. അങ്ങനെ റേസ് ചെയ്യുന്നവർ ഔട്ട് ആയിരിക്കുന്നു. ഒരു ടീമിന് പണി കൊടുത്തു, ഇനി നിന്റെ ഒഴിയാം. അയ്യോ, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. അവനും പോയി. ഓ, റിങ്കി പിങ്കിയുടെ കാറും പുറത്തു പോയിരിക്കുന്നു. കണ്ടില്ലേ അഭിമന്യു, ബാക്കിയെല്ലാം പാർട്ടിസിപ്പൻസും പുറത്തു പോയിരിക്കുവാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്ത് ഈ റേസ് ജയിച്ചേ പറ്റൂ. എന്തെങ്കിലും ചെയ്യ്. എന്റെ അവസ്ഥ മൂലമാണ് ഞാൻ ഈ റേസിൽ ജോയിൻ ചെയ്തത്. പക്ഷെ റോങ് ചെയ്യുന്നവരെ അഭിമന്യു ഒരു പാഠം പഠിപ്പിച്ചിരിക്കും. സ്ലോ ആയ കാറിന്റെ സ്പീഡ് എങ്ങനെയാ കൂടിയത്? അഭിമന്യുവിന്റെ ടിങ്കുവിന്റെ കാർ പറക്കുകയാണ്. ഇതിലൂടെ മിക്കവാറും ലീഡും കൂടും. നിനക്ക് ഭയങ്കര ധൃതിയാണല്ലേ. അഭിമന്യു സൂക്ഷിച്ച്. എന്നാ പിടിച്ചോ, ഇതാ. അഭിമന്യുനോട് കളിക്കുന്നോ? ഇപ്പോൾ എനിക്ക് ആമയുടെയും മുയലിന്റെയും കഥയാണ് ഓർമ്മ വരുന്നത്. അഭിമന്യുവിന്റെ ടിങ്കുവിന്റെ കാർ ഈ റേസിൽ ഏറ്റവും പുറകിലായിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും വെല്ലുവിളിയായി മുന്നോട്ട് കുതിക്കുന്നു. എന്തൊരു കാഴ്ച, മുന്നേറുകയാണ്. അങ്ങനെ തന്നെ. ആര്യ, നമ്മൾ ഏലിയൻ റേസ് ഗ്രൗണ്ടിലേക്ക് എന്താ പോവാത്തെ? സ്പേസ് ഷിപ്പിൽ എന്തിനാ നിക്കുന്നേ? നമ്മൾ ഇവിടെ റേസ് കാണാനല്ല, റേസിൽ പങ്കെടുക്കാനാ വന്നിരിക്കുന്നേ. എന്താ നീ പറയുന്നേ? റേസിൽ പങ്കെടുക്കുന്നത് ഹ്യൂമൻ അഭിമന്യു. അവന്റെ ഏലിയൻ ബോഡി സൂട്ട് നമ്മൾ ഇവിടെ നിന്ന് വേണം കൺട്രോൾ ചെയ്യാൻ. ആദ്യമായിട്ട് അഭിമന്യുവിന്റെ നിയന്ത്രണം എന്റെ കൈകളിലേക്ക് വരുന്നു. അഭിമന്യുവിന്റെ അല്ല, അവന്റെ ഡ്യൂപ്ലിക്കേറ്റിന്റെ. ഭൂമിയിൽ നിന്ന് നമ്മുടെ അഭിമന്യുവിന്റെ അപ്ഡേറ്റ് വല്ലതും ഉണ്ടോ? കുറെ നേരമായിട്ട് അവനെ കണക്ട് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുക, പക്ഷെ നോ റെസ്പോണ്ട്. ഇനി ഈ ഗോലി കൊണ്ടൊരു കളി കളിക്കാം. ഞങ്ങളെ തോൽപ്പിക്കുന്നത് പിള്ളേര് കളിയാണെന്ന് വിചാരിച്ചോ? നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്. അഭിമന്യുന് നല്ല പണിയാ കൊടുത്തത്. ഡാനി മുന്നോട്ട് നോക്ക്. അവർക്ക് പണി കൊടുക്കാൻ നോക്കിട്ട് നമുക്ക് പണിയായല്ലോ. ഡാനി, അഭിമന്യു വളരെ മുന്നിലെത്തി കഴിഞ്ഞു. ഡാനിയെ തോൽപ്പിക്കുന്നത് ഇറ്റ്സ് നോട്ട് പണി. സോബോക്സ് കാറില് എഞ്ചിനൊന്നും ഉണ്ടാവാറില്ലല്ലോ. ഇത് വെറും എഞ്ചിനല്ല, ടെർബോ എഞ്ചിനാ. അതായത് നമ്മുടെ ഹിഡൻ സീക്രട്ട്. ഇനി ഇനി അവര് തോറ്റിരിക്കും. ഇതോ സ്പീഡ് കുട്ടി ഡാനി മുന്നോട്ട് വന്നിരിക്കുന്നു. നമ്മളെ എല്ലാരെയും അമ്പരപ്പിച്ചുകൊണ്ട് ഡാനിയും കുട്ടരും കുതിക്കുകയാണ്. എന്തൊരു കാഴ്ച! ഡാനി ഈസ് ദ ചാമ്പ്യൻ. ഡാനിയെ തോൽപ്പിക്കുന്നത് നോട്ട് ഫണി. അഭിമന്യു കാർ നിർത്ത്. ഇനി ഈ കാർ നിൽക്കുകയല്ല, പറക്കും. ഇന്ന് ആൾക്കാരുടെ മുമ്പിൽ അഭിമന്യു ഏലിയൻ പവേഴ്സ് യൂസും ചെയ്യും, ജയിക്കുകയും ചെയ്യും. ബൈ ബൈ. അവസാനത്തെ വർഷം അഭിമന്യു അത്ഭുതകരമായി വിജയിച്ചിരിക്കുന്നു. സബാഷ് അഭിമന്യു. കണ്ടോ ഞാൻ തന്ന തൈരിന്റെ ഗുണം? തീർച്ചയായും ആന്റി തന്ന തൈര് കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. എല്ലാരും പോയത് നന്നായി. ഈ ടെന്റിക്കൽ റിപ്പയർ മെഷീൻ എന്റെ ടെന്റിക്കൽസിനെ വീണ്ടും കാലുകളാക്കും. നിന്നെ പിടിച്ചല്ലോ. ഏലിയൻ സ്പേസ് റേസിൽ പാർട്ടിസിപ്പൻസിന് പ്ലാനറ്റ് സുറാക്കിൽ നിന്ന് ഒമേഗ വരെ റേസ് ചെയ്യണം. ഇടയ്ക്ക് ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാവും, അതായത് പാറക്കല്ലുകളും ഗർത്തങ്ങളും ചെറിയ ഗ്രഹങ്ങളും. ഇതൊക്കെ തീരെ ചെറുതാണെന്നോ? പിന്നെ വലുത് എന്തായിരിക്കും? എല്ലാ പാർട്ടിസിപ്പൻസിനെയും ക്യാമറമാൻ ഫോളോ ചെയ്യും. Big shots. അദ്ദേഹം എല്ലാവരെയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കും. അതിന്റെ ലൈവ് ടെലികാസ്റ്റ് സ്ക്രീനിൽ കാണാം. ഈ അഭിമന്യുനെ ഇവരെന്താ അങ്ങ് വലുതാക്കി വെച്ചിരിക്കുകയാണല്ലോ. പക്ഷെ എന്റെ പേര് ബൗൺസി എന്നാണ്. ഞാൻ ശത്രുക്കളെയെല്ലാം അടിച്ച് നിലം പരിശാക്കും. പാർട്ടിസിപ്പന്റ് സ്റ്റാർട്ട് ലൈനിലേക്ക് വരൂ. ആര് ഇന്ന് ചെയ്യാൻ പോകുന്നു അഭിമന്യുന്റെ ഒറിജിനൽ കമാൻഡ് ഈ കൈകൾ കൊണ്ട്.
ആദ്യമായിട്ട് ഈ റിമോട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. എല്ലാം തലതിരിഞ്ഞാണല്ലോ നടക്കുന്നേ. നിനക്ക് അഭിമന്യുവിന്റെ ഡ്യൂപ്ലിക്കേറ്റിനെ പോലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ആര്യ. ഇതാ മുകളിലേക്ക് പോയതിനു ശേഷം അഭിമന്യു മുന്നോട്ട് നീങ്ങുന്നു. കണ്ടോ? സ്മാർട്ട് മൂവ്. സ്പേസ് ആണോ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, അതോ എനിക്കാണ് തലക്കറക്കം വരുന്നത്? ഓഹോ, ഈ റിമോട്ട് ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ലല്ലോ. നമ്മുടെ കണ്ണുകളെ അതിശയിപ്പിച്ചുകൊണ്ട് എല്ലാ പാർട്ടിസിപ്പൻസും പൂർണ്ണ ശക്തി എടുത്തുകൊണ്ട് റേസ് ട്രാക്കിലൂടെ പറക്കുകയാണ്. ഓ, അയ്യോ. ഇത് ബൗൺസിയുടെ ബബിൾ കേക്ക്. കാതുകൾ പറക്കുന്നത് പോലെ അധീരയുടെ തലയിൽ കറങ്ങി പറക്കുകയാണ്. കൊള്ളാലോ, ഫിനിഷ് ലൈൻ. അധീര വളരെ വേഗത്തിൽ പറന്നെത്തിയത് ഫിനിഷ് ലൈനിൽ അല്ല, സ്റ്റാർട്ടിംഗ് ലൈനിൽ. ബൗൺസി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വാർ കത്രീനയുടെ എല്ലാ കാലുകളെയും ഇപ്പോൾ നശിപ്പിക്കും. ദാ പിടിച്ച ഒരു ബബിൾ കേക്ക്. കേടായ റിമോട്ട് ഹ്യൂമൻസ് ശരിയാക്കുന്ന എങ്ങനെയാന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അഭിമന്യു ആയാലും അഭിമന്യുവിന്റെ ഏലിയൻ സൂട്ട് ആയാലും ആര്യയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. അഭിമന്യു ഇതാ സ്പോട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നു. തികച്ചും സ്മാർട്ട് സൂപ്പർ ചാർജ് ആയിട്ടാണ് വന്നിരിക്കുന്നത്, അതും സൂപ്പർ സ്പീഡിൽ. ഇതാണ് ഏലിയൻ പവർ എന്ന് പറയുന്നത്. തന്റെ അസാമാന്യ കഴിവ് കൊണ്ട്, സൂപ്പർ സ്പീഡ് കൊണ്ട് അഭിമന്യു ഇതാ തിരിച്ചെത്തിയിരിക്കുന്നു. നിനക്ക് ചെറിയ റോക്ക് തന്നെ ധാരാളം. ഓ, അഭിമന്യു ഈസ് ബാക്ക്. ദാറ്റ് വിൽ റിമൈൻ ബാക്ക്. കാരണം എന്റെ പേരാണ് ബൗൺസി. ഇനി എന്റെ ഈ ടഫ് ബോൾ നിനക്ക് നല്ല പണിയായിരിക്കും തരാൻ പോകുന്നത്. ബിഗ് സോസിന്റെ കണ്ണിൽ ഇതാ മണ്ണ് വീണിരിക്കുന്നു. ട്രാൻസ്മിഷൻ നിർത്തൂ, എല്ലാവർക്കും ഒരു ഇന്റർമിഷൻ. അഭിമന്യു രക്ഷപ്പെട്ടു, പക്ഷെ ഇനിയില്ല. ബൗൺസി വെല്ലുവിളിക്കുന്നു. ഫയർ ബൗൺസ്. ട്രാൻസ്മിഷൻ എങ്ങനെ നിന്ന് പോയി? ഹ്യൂമൻ അഭിമന്യുവിനെ കാണാനേ പറ്റുന്നില്ലല്ലോ. അഭിമന്യു എൻ്റർ ചെയ്യുമ്പോൾ അതൊരു അത്ഭുതമായിരിക്കും. തോൽപ്പിക്കാൻ നോക്കിയവരെ ഇനി നിങ്ങൾ കണ്ടോളൂ. അഭിമന്യു, താങ്ക് യു അഭിമന്യു, നീ വന്നല്ലോ. നോ സോറി, നോ താങ്ക് യു. ഫ്രണ്ട്സിന് വേണ്ടി ഞാൻ എപ്പോഴും ഉണ്ടാവും. അഭിമന്യു, നീ ടൈമിന് എത്തിയില്ലായിരുന്നെങ്കിൽ എന്താ സംഭവിക്കാന്ന് ആർക്കറിയാം. മമ്മി, നിങ്ങൾ പൂർണ്ണമായും ഹ്യൂമൻ മമ്മി ആയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ ഹ്യൂമൻ അഭിമന്യുവിന്റെ കാര്യം നോക്കിക്കോളാം. നീ ഏലിയൻ സ്പേസ് റേസ് നോക്കിക്കോളൂ അഭിമന്യു. അഭിമന്യുവിന് മൈതാനത്തിലേക്ക് ഇറങ്ങിയേ പറ്റൂ. പക്ഷേ ഈ റേസ് മൈതാനത്തല്ലോ, സ്പേസിലല്ലേ. നവീൻ, സ്പേസ് റേസിൽ നിന്നും എല്ലാവരും ഔട്ടായി കഴിഞ്ഞു. ബൗൺസിയെ തോൽപ്പിക്കാൻ ആർക്കും ധൈര്യമില്ല. അഭിമന്യു, എവിടെയാണ് നീ? എന്തായിരുന്നു അത്? ഒന്ന് കണ്ടു, പിന്നെ കണ്ടില്ല. ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കട്ടെ ആരാണ് പോയതെന്ന്. ബൈ എവരിവൺ. അഭിമന്യു ബാക്ക് ഇൻ റേസ്. ഫിനിഷ് ലൈനിൽ എത്താൻ ഏത് ഷോർട്ട് കട്ടാണ് എടുക്കുന്നതെന്ന് നോക്കാം.
അഭിമന്യു, ഇനി സോങ്കയുടെ അഭിമാനം നിന്റെ ടെന്റിക്കിൾസിലാണ്. ബൗൺസിയുടെ ബൗൺസ് ഒന്നും ബോൾഡ് ഔട്ട് ആയിട്ടില്ല അഭിമന്യു. നീ എത്ര ശ്രമിച്ചു നോക്കിയാലും ബൗൺസിയുടെ അടുത്തൊന്നും എത്താൻ കഴിയില്ല. ബൗൺസിയും അഭിമന്യുവും തമ്മിൽ കടുത്ത മത്സരമാണ് നടക്കുന്നത്. ഇത് കണ്ടിട്ട് എനിക്ക് തല കറങ്ങുന്ന പോലെ തോന്നുന്നു. ഓ, സ്പേസിൽ ഇതാ ഒരു നാച്ചുറൽ ടെസ്റ്റ് വന്നിരിക്കുന്നു. ഡെസ്റ്റിനേഷൻ പ്ലാനറ്റ് അമാക്കയുടെ മുന്നിലേക്ക് പാറക്കൂട്ടങ്ങൾ. ഇതിനെ എങ്ങനെ അവർ മറികടക്കും? ബൗൺസിന്റെ സ്പേസിൽ ഒരു കാര്യങ്ങൾക്കും തടയാൻ പറ്റില്ല. അവനവന് വേണ്ടിയുള്ള വഴി ഒറ്റയ്ക്ക് ഉണ്ടാക്കിയെടുക്കും. ബൗൺസി അവന്റെ ബോൾ ബൗൺസ് പവർ കൊണ്ട് തനിക്ക് വേണ്ടി വഴി കണ്ടെത്തി. അഭിമന്യുവിന്റെ വഴികളിലും ധാരാളം കല്ലുകളുണ്ട്. അവൻ തോൽവി സമ്മതിക്കില്ല എന്ന് തോന്നുന്നു. പ്രോബ്ലംസ് എല്ലാം ഒന്നിച്ച് വന്നാലും ശരി, ഈ അഭിമന്യു യൂസ് ചെയ്യും the one and only Zumbak power. സ്പീഡ് കൂട്ടിയതിനു ശേഷം പാറക്കല്ലുകളുടെ മുകളിലേക്ക് ചെല്ലുക, തെറ്റായ വഴികളിൽ നിന്ന് മാറി ടെന്റിക്കിൾസ് മടക്കുക. അഭിമന്യു പേടിച്ച് പുറകിലേക്ക് പോയല്ലോ. റേസിന്റെ അവസാന ഘട്ടത്തിൽ അഭിമന്യു ഇതാ കൊണ്ടുവന്നിരിക്കുന്നു പുതിയൊരു ടെസ്റ്റ്. സ്റ്റാർസിൽ നിന്നും നേടിയിരിക്കുന്നു ലൈറ്റ്സ്. മത്സരം ഇതാ അവസാനിക്കാൻ പോവുകയാണ്. ആരായിരിക്കും ചാമ്പ്യൻ? ബൗൺസിയോ അതോ അഭിമന്യുവോ? എന്റെ പേരാണ് ബോൺസി. ശത്രുക്കളെയെല്ലാം ഞാൻ ശരിയാക്കി കളയും. അയൺ ബ്രേക്ക് ബോൾ ബൗൺസ്. മറ്റുള്ളവരുടെ വഴിയിൽ കല്ലെറിയുന്നവൻ സ്വയം മണ്ണിലേക്ക് വന്ന് വീണിരിക്കും. ഇതൊക്കെ പറയുന്നത് ഹ്യൂമൻസ് ആണെങ്കിലും ഏലിയൻസിനും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതാ അഭിമന്യു വിജയിച്ചിരിക്കുന്നു. അഭിമന്യു, നീ സോങ്ക പ്ലാനറ്റിന്റെ അഭിമാനം കാത്തു. കൊള്ളാം അഭിമന്യു, കൊള്ളാം. കൺഗ്രാറ്റുലേഷൻസ് അഭിമന്യു. നീ റേസിൽ ജയിച്ചിരിക്കുന്നു. അല്ല, നമ്മൾ റേസ് ജയിച്ചു. നിങ്ങളാരും ഇല്ലായിരുന്നെങ്കിൽ ഈ റേസ് ജയിക്കാൻ പറ്റില്ലായിരുന്നു. ഇനി വേഗം തന്നെ ഹ്യൂമൻ അഭിമന്യുവിനെ ഭൂമിയിലേക്ക് കൊണ്ടുപോകണം. സ്പേസ് റേസിൽ എന്തൊക്കെയാ സംഭവിച്ചെന്ന് ആർക്കറിയാം. പക്ഷേ ഇപ്പോൾ ഈ സ്പേസ് ഷിപ്പ് എർത്തിലേക്കാണല്ലോ പോകുന്നേ. ലാൻഡ് ചെയ്താലുടൻ ഗോത്താല അങ്കിളിനോട് പറയണം. അദ്ദേഹം പറഞ്ഞത് ശരിയാ, ഏലിയൻസ് ഉണ്ടെന്ന്. അയ്യോ, ഇതെന്താ? സ്പേസ് ഷിപ്പ് വീണ്ടും സ്പേസിലേക്ക് തിരിഞ്ഞല്ലോ. കാരണം നിന്റെ തല തിരിഞ്ഞത് കൊണ്ടാ. നീ ആ ഏലിയൻ അല്ലേ? നിന്റെ ബോഡി സ്യൂട്ട് അല്ലേ ഞാൻ ഇട്ടത്? അത് നീ ടെമ്പററി സ്യൂട്ടാണ് ഇട്ടത്. ഞങ്ങളുടെ ഏലിയൻ സീക്രട്ട് നീ ഭൂമിയിൽ ആരോടെങ്കിലും പറയാൻ നോക്കിയാൽ എന്നേക്കുമായി നിന്നെ ഈ ബോഡി സൂട്ടിലിട്ട് സ്പേസിൽ അടിമയാക്കി വെക്കും. മനസ്സിലായോ പറഞ്ഞത്? നോ 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 നോ, ഞാൻ ആരോടും ഒന്നും പറയില്ല. ശ്രമിച്ചു നോക്കിയാൽ നിനക്ക് ഓർമ്മ വേണം, ബിഗ് സോസിന്റെ കണ്ണ് എന്നും നിന്റെ മേലിലുണ്ടാവും. നീ ഏലിയനെ കണ്ടിട്ടുണ്ടോ? ആഴാ ഈ ഏലിയൻ? എങ്ങനെ ഇരിക്കും ഈ ഏലിയൻ? എനിക്ക് ഏലിയന്റെ സ്പെല്ലിംഗ് പോലും അറിയില്ല. സ്മാർട്ട് ബോയ്. ബൈ. ഞാൻ ഇനി ലണ്ടനിൽ ചെന്ന് കുക്കി മാഡത്തോട് നവീൻ സാറിനോട് എന്ത് പറയും? എന്നെ എന്തിനാ ഇങ്ങനെ ഇട്ട് വിഷമിപ്പിക്കുന്നത്? അഭിമന്യം
അഭിമന്യു മോൻ തിരിച്ചു വന്നു. വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത്. എന്നെ ഇട്ടിട്ട് നീ എവിടെ പോയി? ഓൾ ഓക്കെ അല്ലേ? ഓൾ ഓക്കെ. പക്ഷെ ഒരു കാര്യം മാത്രം, ഇന്നത്തെ ഈ ബർത്ത്ഡേ ഞാൻ ഒരിക്കലും മറക്കില്ല. Watch India's largest kids library only on Jio Hotstar. Download the app now.